ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ ടെറസിൽ വന്നിരിക്കുവാണ്. എൻ്റെ പിന്നിൽ എന്താ കാണുന്നത് നോക്കൂ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഞാൻ എൻ്റെ മുന്നിലാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമ്മളുടെ ഔഷധച്ചെടികളുടെ ഇടയിൽ, അതായത് കറ്റാർവാഴയും പനിക്കൂർക്ക എന്ന് പറയുന്ന നമ്മുടെ നവരയുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല വൈകുന്നേര സമയം ഓക്കെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും കഥ പറയാനാണ് വരുന്നതെന്നല്ലേ, സ്റ്റോറിയാണോ ചേച്ചി എന്തായിരിക്കും പറയുന്നത്. ശരിക്കും ഇന്ന് സ്റ്റോറിയല്ല, ഞാൻ വിചാരിച്ചൊരു നല്ലൊരു പോസിറ്റീവ് നോട്ടിലൊരു ഇൻട്രോ പറയാൻ വിചാരിച്ചു. കാര്യം ഓൾറെഡി നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം ഞാൻ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചെയ്തിരുന്നു. എൻ്റെ FB പേജ്, ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ടല്ലോ, FB പേജ് ഡോക്ടർ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഷോർട്ട് വീഡിയോസും ഇടയ്ക്ക് ഇടാറുണ്ട്. അക്കൂട്ടത്തിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയതായിട്ട് എടുത്തതാണ്. പക്ഷേ എനിക്ക് തോന്നി അതിൽ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും ഫേസ്ബുക്ക് ഉള്ളവരല്ലല്ലോ, അപ്പോൾ പേജിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതെനിക്ക് യൂട്യൂബിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ഷോർട്ടാണ്. അപ്പോൾ ഒരു ഇൻട്രഡക്ഷനൊന്നും ഇല്ലാതെ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്താണെന്നല്ലേ, അത് വേറൊന്നുമല്ല, എല്ലാവരും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ്. തൈര്, അതായത് നല്ല കട്ട തൈര് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം. സാധാരണയായിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നല്ല കട്ടിക്ക് കിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാകും, കുറച്ച് വെള്ളം പോലെ ഇരിക്കും, അത് ഇങ്ങനെ ബ്രേക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നല്ല കട്ടയ്ക്ക് തൈര് ഉണ്ടാക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും എക്സലൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തൈര് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് തൈര് ഉണ്ടാക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അധികം പുളിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള പുളിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. എനിക്കധികം പുളി ഇഷ്ടമല്ല, ബോയിച്ചേട്ടന് അതേ ഇഷ്ടമല്ല പുളിച്ച തൈര്, പക്ഷേ വിഷ്ണുവിന് ഭയങ്കര പുളിച്ച തൈരാണ് ഇഷ്ടം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ തൈര് അവന് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ തന്നെ, നല്ല പുളിച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ഈ ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉണ്ടാക്കുമ്പോൾ നല്ല അധികം ഒന്നും പുളിയില്ലാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഞാൻ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഞാനും ബോയിച്ചേട്ടനും എല്ലാം കഴിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും കുറച്ച് തൈര് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ചോറിൻ്റെ കൂടെ ആകാം, അല്ലെങ്കിൽ സ്മൂത്തിയിലാകാം, എങ്ങനെയെങ്കിലും. പക്ഷേ ചോറിലെപ്പോഴും അവസാനം ഇച്ചിരി തൈര് കൂട്ടി കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ തൈരുണ്ടാക്കുന്ന പ്രോസസ്സ് അപ്പോൾ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ളതല്ലേ. അപ്പോൾ അത് ഏത് പാത്രത്തിൽ, ഇപ്പോൾ മൺപാത്രം തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും വെച്ച് സെറ്റ് ചെയ്തെടുക്കാം, ഭരണിയിലോ ഒക്കെ, അത് നിങ്ങളുടെ സൗകര്യം. പക്ഷേ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ കറക്റ്റ് കുറേ പേർക്കെങ്കിലും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഒരുപാട് തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ഉറ കൂടുതൽ ഒഴിച്ചാൽ നന്നായിട്ട് ഉറഞ്ഞു. അങ്ങനെയല്ല, തൈര് ഉറ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് തൈര് മാത്രമേ ഉറ കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ചെറിയൊരു ചൂടും വേണം പാലിന്, അത് വളരെ നിർബന്ധമാണ്. ഒരു ചെറു ചൂടോടുകൂടി ഒഴിക്കണം. പിന്നെ അത് കറക്റ്റ് 6 to 8 hours കഴിയുമ്പോൾ നല്ല സെറ്റാവും. ഉച്ചക്കലത്തേക്കാണെങ്കിൽ രാവിലെ ഒരു 7 മണിക്ക് ഒഴിച്ച് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 12-1 മണിയാകുമ്പോൾ അത് സെറ്റായിരിക്കും. പിന്നെ രാവിലത്തേക്കാണ് വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ ഉറ ഒഴിച്ചിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ ഉറ ഒഴിച്ച് വെച്ചാൽ രാവിലെ അത് സെറ്റായിരിക്കും. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്തിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പുളിക്കില്ലല്ലോ, ആവശ്യത്തിന് പുളി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അടുത്തകത്ത് വയ്ക്കും. അതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. വളരെ ക്ലോസിലാണ്, എൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷനാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ അതേപോലെ ആ മെത്തേഡ് ഞാൻ എന്താണോ കാണിച്ചു തന്നിരിക്കുക അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അങ്ങനെ കറക്റ്റായിട്ട് അതുപോലെ നല്ല കട്ട തൈര് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. ഓക്കെ, കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയണം. ഓക്കെ, കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എനിക്ക് തരാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന നല്ല കട്ടത്തൈര് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. അതായത് 1/2 ലിറ്റർ പാലിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇതിപ്പോൾ 1/2 ലിറ്റർ പാൽ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ഇളക്കി കാച്ചുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ രീതിയിലിട്ടിട്ട് കാച്ചിയെടുത്താലും മതി. ഇങ്ങനെ പാല് ഇളക്കി കാച്ചുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിൽ 2 തരം പാല് കിട്ടും, അതായത് കൊഴുപ്പ് കൂടിയ പാലും കൊഴുപ്പ് കുറഞ്ഞ പാലും. കൊഴുപ്പ് കൂടിയ പാലാണെങ്കിൽ നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് നല്ല കട്ട തൈരിന് ഓക്കെയാണ്. ഇനി കൊഴുപ്പ് കുറഞ്ഞ പാലാണെങ്കിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ചെറിയ രീതിയിലിട്ടിട്ട് ചെറുതായി തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ജലാംശമൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടി കുറുകിയൊരു പാലായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും തൈര് കുറച്ചുകൂടി നല്ല കട്ടയ്ക്കുള്ള തൈരായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ കൊഴുപ്പ് കൂടിയ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നല്ലതായിട്ട് തിള വന്നു. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. തിളച്ച് കഴിഞ്ഞു. തിളച്ചിട്ട് ഒരു മിനിറ്റായി, അത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം.
എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരല്പം ഒന്ന് തണുക്കണം. അല്പമല്ല, നമുക്കൊരു കുറച്ച് ചൂടുള്ള രീതിയിൽ തണുപ്പിച്ചെടുക്കണം. ഒരു ചെറു ചൂടോടു കൂടിയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത്രയും ആ ഒരു ചൂട് ആകുന്നവരെ തണുപ്പിക്കുക. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് വയ്ക്കാം ഈ പാത്രത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാല് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് അല്പം ഒന്ന് തണുക്കണം. പക്ഷേ നമുക്കൊരു ചെറു ചൂട് വേണം, എന്നാൽ മാത്രമേ തൈര് നന്നായിട്ട് ഉറഞ്ഞു വരുള്ളൂ. ആ ചൂട് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാല് ആവശ്യത്തിന് തണുത്തു, അതായത് ഒരു ചെറു ചൂടോട് കൂടി ഇരിക്കുവാണ്. ഇനി ഇതിൽ കൂടുതൽ തണുക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്താൽ ആ തൈര് നമുക്ക് വിചാരിക്കുന്ന പോലെ നല്ല കട്ട തൈര് കിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫിംഗർ ഇങ്ങനെ തൊട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ചൂടുണ്ട്, പക്ഷേ കൈ പൊള്ളുന്നില്ല. അങ്ങനെ ഒരു ചെറു ചൂട് ഉണ്ടാകണം, കൈക്കൊരു ചൂട് ഫീൽ ചെയ്യണം, എന്നാൽ പൊള്ളാനും പാടില്ല. അതാണ് വേണ്ടത്, ഒരു ലൂക്ക് വോം. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഇനി ഇത്രയും, അതായത് 1/2 ലിറ്റർ പാലിന് നമ്മൾ എത്ര തൈരാണ് ചേർക്കുന്നത്. ഞാൻ ഒഴിക്കാനായിട്ടൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. അത് ഏത് ടൈപ്പ് പാത്രം, സ്റ്റീലാകാം, ഗ്ലാസ് വെയർ ആകാം, അല്ലെങ്കിൽ മൺപാത്രമാകാം, എന്താണെങ്കിലും പ്രശ്നമില്ല. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിന് ഇത്രയും തൈര്, അതായത് ഒരു ടേബിൾ സ്പൂൺ തൈര്, ഓക്കെ, അത്രേ ആവശ്യമുള്ളൂ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വയ്ക്കുക. ഇത്രേ ഉള്ളൂ, കഷ്ടിച്ചൊരു ടേബിൾ സ്പൂൺ അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ചെടുക്കാവുള്ളൂ, കുമിച്ചല്ല എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു എന്നേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ ഈ ചെറു ചൂട് പാല്, അപ്പോൾ സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ തൈര് ആ പാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇട്ടു. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഒഴിച്ച പാല് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെ ഒരു പാത്രം കൊണ്ട് അടയ്ക്കുക, ഭദ്രമായിട്ട് അടച്ചു വയ്ക്കുക. ഇനി ഇത് അനക്കാനേ പാടില്ല. അത് വളരെ എന്താ പറയുക, ഡിസ്റ്റർബ് ചെയ്യാതെ വിടുക. സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരിക്കുക. ഇതിപ്പോൾ രാത്രി 10 മണിക്കാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോൾ നോക്കുമ്പോൾ ഇത് ശരിക്കും ഉറഞ്ഞ് നല്ല കട്ട തൈരായിട്ടിരിക്കും. അധികം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. പിന്നെ ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്ത് ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി പുളിക്കണം എന്നുണ്ടെങ്കിൽ അത് പുറത്തിരുന്നിട്ട് നിങ്ങൾക്ക് എത്ര പുളിയാണോ ആവശ്യം അത്രയും പുളിച്ചിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഡെയിലി ആവശ്യത്തിനുള്ള തൈര് ഇതുപോലെ രാത്രി ഒഴിച്ച് വയ്ക്കുക. ഇനി വൈകുന്നേരത്തേക്കാണ് വേണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒഴിച്ചാലും മതി. പിന്നെ രാവിലെ ഒരു 6 മണി 7 മണി സമയത്ത് ഒഴിച്ചാലും ഉച്ചയാകുമ്പോൾ നമ്മളുടെ തൈര് റെഡിയായി കിട്ടും. അതും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഒഴിക്കുന്നു, ഒരു 7 o'clock, ഒരു 1 മണിയാകുമ്പോൾ സംഭവം റെഡി ആയിരിക്കും. ഫ്രിഡ്ജിലൊന്നും വയ്ക്കാൻ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആഫ്റ്റർ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ പാല് ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി ഒഴിച്ച് വെച്ചാണ് ഇത് പകൽ രാവിലെ അടപ്പ് തുറന്ന് നോക്കാം. യെസ്, പെർഫെക്റ്റ്ലി ഡൺ. നല്ല കട്ട തൈരായിട്ടിരിക്കുന്നുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെ എടുത്ത് കാണിക്കാം, നോക്കിക്കോളൂ. ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തൈര് ഒഴിക്കാം. ഇനി കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പുഡിംഗ് എല്ലാം പോലെ. സീ ദിസ്, ഇതാണ് നമ്മളുടെ വീട്ടിൽ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന കട്ടത്തൈര്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന മെത്തേഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടത്തൈര് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ പാകത്തിനുള്ള പുളി ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടെ പുളിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ പുളിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പുളിയുണ്ട് ഈ സമയത്ത് തന്നെ എടുത്ത് അതുപോലെ അടച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കുക. അപ്പോൾ ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ കട്ടത്തൈര് വീട്ടിൽ തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.